12-ാം അധ്യായം വായിക്കാം. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അപ്പോൾ നമുക്ക് സുപരിചിതമാണ് ഈ ഇമേജ്. മാതാവിനെയാണ് ആർക്ക് ഓഫ് ദ കവനൻ്റായിട്ട് കാണുന്നത്. ഇവിടെ ഒരു അടയാളം പറഞ്ഞില്ലേ, ഇനി ഇതേപോലെ തന്നെ 15:1 ഒരു അടയാളത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വർഗത്തിൽ മഹത്വവും വിസ്മയാവഹവുമായ മറ്റൊരു അടയാളം ഞാൻ കണ്ടു. 7 മഹാമാരികളെ അപ്പം ഇങ്ങനെ അടയാളം കണ്ടു എന്നാണ് പറയുന്നത്. മരിയ അഗ്രേത പറയുന്ന ഒരു പ്രൈവറ്റ് റെവലേഷനാണ്. ആദ്യം മാലാഖമാരെ സൃഷ്ടിച്ചതിന് ശേഷം അവർക്ക് ബിയാറ്റിക് വിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സ്വർഗീയ ദർശനം മുഴുവൻ ഫുൾ നോളേജ് അവർക്ക് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ അവർക്ക് വെളിപാട് 12:1 കാണിച്ചു കൊടുത്തു. ഒന്നുകൂടി വായിക്കാതെ. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ. അവൾ ഗർഭിണിയായിരുന്നു. വേദനയാൽ അവൾ നിലവിളിച്ചു, ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. അത് കഴിഞ്ഞ് മാലാഖമാരോട് ചോദിച്ചു, വുഡ് യു സെർവ് മീ മൈ സൺ ബോൺ ഓഫ് എ വുമൺ വെർജിൻ? മിക്കവരും യെസ് എന്ന് പറഞ്ഞു. ലൂസിഫർ നോ എന്ന് പറഞ്ഞു. ഇനി ലൂസിഫർ ചിന്തിച്ചത് ഹവ്വയാണ് ആ സ്ത്രീ എന്നാണ്. ഇതാണ് മുഴുവൻ ഈ ട്വിസ്റ്റ് മുഴുവൻ വന്നത്. ലൂസിഫറിൻ്റെ ചിന്ത എന്തായിരുന്നു? പിന്നെ കണ്ട സ്ത്രീ ഏതാണ്? ഹവ്വ. ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന എന്താണ്? അതുകൊണ്ട് പിശാചിന് എല്ലാ കാര്യങ്ങളൊന്നും അറിയില്ല. പിശാചുവിന് ദൈവം കൊടുത്തിട്ടുള്ളതും അറിവുകളൊക്കെ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എല്ലാം പിശാചിന് അറിയുമെന്ന് പറഞ്ഞ് നടക്കുന്നത് ശരിയല്ല. പക്ഷെ ചില കാര്യങ്ങൾ മനുഷ്യരെക്കാൾ കൂടുതൽ അറിയാം. മനുഷ്യരെക്കാൾ കൂടുതൽ അറിയാവുന്നത് കൊണ്ടും പിന്നെ നമ്മുടെ വില്ലിനുള്ളിൽ ആക്സസ് പിശാചിന് കൊടുത്തിട്ടില്ല. നമുക്കൊരു വില്ലില്ലേ, അതിന് ആക്സസ് കൊടുത്തിട്ടില്ല. അതുപോലെ എങ്ങനെയാണ് പിന്നെ പിശാച് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് മനസ്സിലാക്കുന്നത്? ഒന്ന് നമ്മൾ പറയുമ്പോഴാണ് മനസ്സിലാവുന്നത്. പറയുമ്പോൾ അത് ഉള്ളിലുള്ളത് മുഴുവൻ പുറത്തു വന്ന് എല്ലാവർക്കും മനസ്സിലായി. അതാണ് ഇന്നലെ നമ്മളൊരു ആത്മീയ രഹസ്യം പറഞ്ഞില്ലേ, എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കിടക്കരുത്. ഒരു വചനം ഉണ്ടല്ലോ പ്രഭാഷകനിൽ, 13:19. എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞതിൻ്റെ സന്തോഷം. ഇങ്ങനെ നമ്മൾ ആത്മീയ രഹസ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കാൻ ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്തെ ഒന്നില്ലെങ്കിൽ അത് ഡിസ്ട്രാക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യും. അതായത് ആ സമയത്തിലെത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്. അപ്പോൾ നമുക്ക് ആ ആത്മീയ രഹസ്യം ദൈവം പറഞ്ഞു തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കുന്നതിന് ഇവന് പറ്റിയ വിധത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാം, അല്ലെങ്കിൽ അതിന് വിരുദ്ധമായ കാര്യങ്ങൾ തലയിലേക്ക് ഫീഡ് ചെയ്യാം. അങ്ങനെയൊന്നും നിനക്ക് വിളിയില്ല, അതിൻ്റെ തോന്നലാണ്. അപ്പോൾ ആരെങ്കിലും കേട്ട് പോകണം, അവനെന്ത് ഉണ്ടായിട്ടാണ് ഇതൊക്കെ പറയുന്നത്, ഇങ്ങനെ. അപ്പോൾ അത് ദൈവികമാണെന്നില്ല. ഇങ്ങനെയാണ് ഇത് ഡിസ്ട്രാക്ട് ചെയ്യപ്പെടുക. പിശാചിന് എല്ലാ കാര്യങ്ങളും അറിയില്ല, ദൈവത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം. ഇവിടെ 12:1 ഒരു കാര്യമുണ്ട്, ഇമേജ് ഓഫ് സൺ, മൂൺ ആൻഡ് സ്റ്റാർ. ഇത് എവിടെ നിന്നാണ് ബൈബിളിൽ നിന്ന് കിട്ടിയേക്കുന്നത്? ഉൽപ്പത്തി 37 7 മുതൽ 10 വരെ ഉള്ള വചനം വായിക്കും. നമ്മൾ പാടത്ത് കറ്റ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴിതാ എന്റെ കറ്റ എഴുന്നേറ്റ് നിന്നു. നിങ്ങളുടെ കറ്റകളെല്ലാം ചുറ്റും വന്ന് എന്റെ കറ്റയെ താണു വണങ്ങി. അവർ ചോദിച്ചു, നീ ഞങ്ങളെ ഭരിക്കുമെന്നാണോ? നീ ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുമെന്നാണോ? അവന്റെ സ്വപ്നവും വാക്കുകളും കാരണം അവർ അവനെ അത്യധികം ദ്വേഷിച്ചു. അവന് വീണ്ടും ഒരു സ്വപ്നമുണ്ടായി. അവൻ തന്റെ സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ വേറൊരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ താണു വണങ്ങി. രഹസ്യങ്ങൾ പറയുന്നതിന്റെ ഫലം ജോസഫിന് ഉണ്ടായതാണ്. ഈ സൺ, മൂൺ ആൻഡ് സ്റ്റാർ എന്നെല്ലാം ഉദ്ദേശിക്കുന്നത് ഫാദർ, മദർ ആൻഡ് ബ്രദേഴ്സാണ്. അപ്പം എല്ലാ കാര്യങ്ങളും അവിടെ കാണിക്കുന്നുണ്ട്. മൊത്തം 12 ട്രൈബ്സിൽ വരാവുന്ന എല്ലാ കാര്യങ്ങളും അവിടെ കാണിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇസ്രായേലിനെയാണ് ഈ സ്ത്രീയെ സൂചിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലേ 3 തരത്തിലാണ് നമ്മൾ ഈ സ്ത്രീയെ എപ്പോഴും കാണുന്നത്. ഓൾഡ് ടെസ്റ്റ്മെന്റിലെ സിയോൻ പുത്രി, മദർ, ചേർച്ച്. ഒന്ന് സിയോൻ പുത്രി, ഐസിയ 62:11.
ഭൂമിയുടെ അതിർത്തികൾ വരെ കർത്താവ് പ്രഘോഷിക്കുന്നു. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രക്ഷ വരുന്നു, ഇതാ അവിടുത്തെ പ്രതിഫലം അവിടുത്തോടു കൂടെ. സിയോൻ പുത്രി എന്ന് പറഞ്ഞ സ്ത്രീ ആണ്. പിന്നെ മദർ എന്ന രീതിയിലേക്ക് ഏഷ്യ 66 8 തൊട്ട് 11 വരെ. ആരെങ്കിലും ഇങ്ങനെയൊന്ന് കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഒരു ദിവസം കൊണ്ട് ഒരു ദേശമുണ്ടാകുമോ? ഒരു നിമിഷം കൊണ്ട് ഒരു ജനത രൂപം കൊള്ളുമോ? പ്രസവവേദന തുടങ്ങിയപ്പോഴേ സിയോൻ പുത്രരെ പ്രസവിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാവാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? നിന്റെ ദൈവം ചോദിക്കുന്നു. ജെറുസലേമിനെ സ്നേഹിക്കുന്ന നിങ്ങൾ അവളോടുകൂടെ ആനന്ദിച്ചുല്ലസിക്കുവിൻ. അവളെ പ്രതി വിലപിക്കുന്ന നിങ്ങൾ അവളോടൊത്ത് സന്തോഷിച്ച് തിമിർക്കുവിൻ. അവളുടെ സാന്ത്വനം പാനം ചെയ്ത് തൃപ്തരാവുകയും അവളുടെ മഹത്വത്തിന്റെ സമൃദ്ധി നുകർന്ന് സംതൃപ്തി. ഇസ്രായേലിനെ സ്ത്രീയായിട്ടാണ് ചിത്രീകരിക്കുന്നത് മദർ എന്ന നിലയ്ക്ക്. പിന്നെ ബ്രൈഡ് എന്ന നിലയ്ക്ക് ചിത്രീകരിക്കുന്നത് ഏഷ്യ 54:5. നിന്റെ സൃഷ്ടാവാണ് ഭർത്താവ്. ഏഷ്യ 62:4-5. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെ പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. അങ്ങയുടെ പാതയിൽ അങ്ങയെ സ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നീതി പ്രവർത്തിക്കുന്നവരെ അങ്ങ് സ്വീകരിക്കുന്നു. ഇനി വെളിപാട് 12:2 വായിക്കാം. വെളിപാട് അവൾ ഗർഭിണിയായിരുന്നു, പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു, പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. ഈ ജനിക്കുന്ന കുഞ്ഞെന്ന് പറയുന്നത് മെസ്സിഹ ആണ്. വെളിപാട് 12:5. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു, സകല ജനപദങ്ങളെയും ഇരുമ്പ് കണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിന്റെയും അവിടുത്തെ സിംഹാസനത്തിന്റെയും അടുത്തേക്ക് സമർപ്പിക്കപ്പെട്ടു. ഈ രണ്ടാമത്തെ അടയാളം നമുക്ക് വായിക്കാം. ഈ ബർത്ത് പാങ് എന്ന് പറയുന്നത് സ്പിരിച്വൽ സഫറിങ് ഓഫ് മേരി, ഗിവിങ് ബർത്ത് ടു മെസ്സിയാനിക് കിങ് ത്രൂ ക്രോസ്. നമുക്കിനി ഓരോ വചനങ്ങൾ വായിക്കാം. യോഹന്നാൻ 16:20. ഇത് ബർത്ത് പാങ്സ് എന്നുള്ളതിൻ്റെ അർത്ഥമായിട്ട് ഈ പറയുന്നത്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഗലാത്യർ 4:19. എന്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളെ രൂപപ്പെടുന്നതുവരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഏഷ്യ 26:17. കർത്താവെ, ഗർഭിണി പ്രസവം എടുക്കുമ്പോൾ വേദന കൊണ്ട് കരയുന്നത് പോലെ ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി വേദനിച്ചു കരഞ്ഞു. മിക്ക 5:3. അതിനാൽ നീറ്റുനോവെടുത്തവൾ പ്രസവിക്കുന്നത് വരെ അവൻ അവരെ പരിത്യജിക്കും. പിന്നീട് അവന്റെ സഹോദരരിൽ അവശേഷിക്കുന്നവർ ഇസ്രായേൽ ജനത്തിലേക്ക് മടങ്ങി വരും. ഇനി വെളിപാട് 12:2 ഒന്നും കൂടി വായിച്ചേ. അവൾ ഗർഭിണിയായിരുന്നു, പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. ഇത് രണ്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരടയാളം. 3 അടയാളമാണ് ഉള്ളത്. ഒന്ന് സൂര്യനെ വെല്ലുന്ന ഇത് കണ്ടു. 2 പിന്നെ 15 അടയാളങ്ങളും. ഇതെന്താണ്? സെക്കൻഡ് അടയാളം ഉഗ്രസർപ്പം. ഭീമനായ റെഡ് ഡ്രാഗൺ. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങുവാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. റെഡ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു വയലന്റ് ഹോൺ. ആ ഡ്രാഗനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. ഹോൺ നമ്മൾ പണ്ട് പറഞ്ഞാണ് പവറിനെ സൂചിപ്പിക്കുന്നു, കിങ്ലി റൂളിനെ സൂചിപ്പിക്കുന്നു, കംപ്ലീറ്റ്നെസ്സിനെ സൂചിപ്പിക്കുന്നു. ഈ ഡ്രാഗൺ പഴയ നിയമത്തിൽ എവിടെയാണ് ഉള്ളത്? സങ്കീർത്തനം 74:13-14. ശക്തിയാൽ അങ്ങ് കടലിനെ വിഭജിച്ചു, സമുദ്രത്തിലെ ഭീകര സത്വങ്ങളുടെ തല പിളർന്നു, ലെവിയാഥന്റെ തലകൾ അവിടുന്ന് തകർത്തു. ഏഷ്യ 27:1. അന്ന് കർത്താവ് തന്റെ വലതും അതിശക്തവുമായ കഠിന ഖഡ്ഗം കൊണ്ട് ലെവിയാഥനെ പുളഞ്ഞു പായുന്ന ലെവിയാഥനെ ശിക്ഷിക്കും. സമുദ്രവ്യാളത്തെ അവിടുന്ന് കൊന്നുകളയും. ദാനിയേൽ 8:9-12 വരെ. അവയിൽ ഒന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് മുളച്ചു, തെക്കോട്ടും കിഴക്കോട്ടും മഹത്വത്തിന്റെ ദേശത്തിന് നേരെയും വളർന്നു വലുതായി. അത് ആകാശ സൈന്യത്തോളം വളർന്നു വലുതായി. നക്ഷത്ര വ്യൂഹങ്ങളിൽ ചിലതിനെ കുത്തി വീഴ്ത്തി ചവിട്ടി മെതിച്ചു. വെളിപാട് 12:3-4 വായിക്കും. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു.
ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങുവാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തു നിന്നു. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ഡ് കൊണ്ട് ഭരിക്കുവാനുള്ളവനാണ് അവൻ. ഏശയ്യാ 11:4. ഈ ഇരുമ്പ് ദണ്ഡ് എന്ന് പറയുന്ന അവിടുത്തെ വചനമാണ്. ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും. ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവ്വം വർത്തിക്കും. ആജ്ഞാദണ്ഡ് കൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും. വെളിപാട് 19:13. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. അവന്റെ നാമം ഇനിയും ഒന്നും കൂടി ആ വചനം ഒന്ന് വായിച്ചേ. 12:5 അവൾ വായിച്ചേ. ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ഡ് കൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവരുടെ ശിശു ദൈവത്തിന്റെയും അവിടുത്തെ സിംഹാസനത്തിന്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ഈ ഒരു വാക്കിലുണ്ടല്ലോ, മൊത്തം യേശുവിൻ്റെ ജീവിതമാണ്. ജനനം മുതൽ ഫുൾ കാര്യങ്ങൾ അതിനകത്ത് ചേർത്തേക്കാണ്. എഫേഷ്യൻസ് 1:20. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലതുവശത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. ഹീബ്രു 12:2. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവയ്ക്കാതെ കുരിശു ക്ഷമയോടെ സ്വീകരിച്ചു. ഇനി വെളിപാട് 12:6. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഇത് സഭയെ കുറിച്ചാണ് പറയുന്നത്. ബോത്ത് ഫെയ്ത്ത്ഫുൾ ആൻഡ് ദ ചർച്ച്. ഇത് ഡെസേർട്ടിലേക്ക് ഇസ്രായേൽ പോയില്ലേ, അതിനെ ആദ്യം സൂചിപ്പിച്ചിട്ടാണ് ഈ സഭയിലേക്ക് ഇത് കാണിക്കുന്നത്. അതിന് 1 കൊരിന്ത്യസ് 10:1-11 വരെയുള്ള വചനം ഒന്ന് തുടക്കം വായിച്ചാൽ മതി. പിതാക്കന്മാരെല്ലാം മേഘത്തണലിലായിരുന്നുവെന്നും കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനമേറ്റ മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത്. ആ ശില ക്രിസ്തുവാണ്. എന്നാൽ അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെല്ലാം മരുഭൂമിയിൽ വെച്ച് ചിതറിക്കും. അവരെ പോലെ നാം തിന്മ ആഗ്രഹിക്കാതിരിക്കാൻ ഇത് നമുക്കൊരു പാഠമാണ്. അവരിൽ ചിലരെ പോലെ നിങ്ങൾ ഹീബ്രു 4:1-11 വരെ. അവിടുന്ന് നമുക്ക് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം. അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. ദൈവം ഇങ്ങനെ ഒരുക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഇന്ന് പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ വലിയ പീഡകൾ ഉണ്ടാവുമ്പോൾ എല്ലാം മാനുഷികമായിട്ട് അഭിമുഖീകരിക്കാനല്ല ദൈവം പഠിപ്പിക്കുന്നത്, മാറി ആത്മീയ യുദ്ധം ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. ഇതൊരു സ്പിരിച്വൽ ഫൈറ്റാണല്ലോ. സഭയിലെ കുറേ ആൾക്കാരെങ്കിലും ഇനി മാറി നിൽക്കണം, ഓവർ ആക്ടിവിസത്തിൽ നിന്ന് മാറി. അതുകൊണ്ടാണ് ഇന്ന് ഒത്തിരിയേറെ മൊണാസ്ട്രികൾ തുടങ്ങുന്നത്, കുറേ പേർക്ക് അങ്ങനത്തെ വൊക്കേഷൻ കിട്ടുന്നത്. മാറി ആത്മീയ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം ക്ഷണിക്കുന്നതാണ്. അവിടെ ഒരു സൂപ്പർ നാച്ചുറൽ കെയർ ഉണ്ട്. അവർ നാച്ചുറൽ കെയറിലല്ല പിന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള സന്യാസ പൗരോഹിത്യ ജീവിതത്തിലെല്ലാം ഉള്ളതെന്ന് വെച്ചാൽ നാച്ചുറൽ കെയർ ആണുള്ളത്. അതായത് നമ്മൾ അധ്വാനിക്കുന്നു, നമുക്ക് പൈസ കിട്ടുന്നു, നമ്മുടെ ഭൗതിക കാര്യങ്ങൾ അങ്ങനെ നടക്കണം. ഇവിടെ അങ്ങനെയല്ല. തീർത്തും ദൈവ പരിപാലനയിൽ സമർപ്പിച്ചുകൊണ്ട് സൂപ്പർ നാച്ചുറൽ കെയറിൽ ഇവർക്കെല്ലാം കിട്ടുകയും അതോടൊപ്പം അവർ ഈ സൂപ്പർ നാച്ചുറൽ ഫൈറ്റിന് വേണ്ടിയിട്ട്, അതായത് ഭൗതിക രീതിയിൽ ഇനിയുള്ള സഭയുടെ മേലെയുള്ള അക്രമമോ അല്ലെങ്കിൽ നമ്മുടെ മേലുള്ള അക്രമമോ നമുക്ക് അതിജീവിക്കാൻ പറ്റില്ല. ഇത്രയും കാലം കുറേയൊക്കെ നമ്മുടെ ബുദ്ധി കൊണ്ടാണ് നമ്മൾ ഈ സഭയെ മുന്നോട്ട് കൊണ്ടുപോയത്. നമുക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ നല്ല പഠിപ്പുള്ളവരും കഴിവുള്ളവരുണ്ട്. ഇന്ന് ആരുടെയും ബുദ്ധി പല സ്ഥലത്തും ഫലിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റിൻ്റെ ലെവല് മാറിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇതെപ്പോൾ ഫൈറ്റ് ഉണ്ടാകുമ്പോഴും സഭ ചെയ്തിട്ടുള്ളതാണ്, ചരിത്രത്തിൽ ചെയ്തിട്ടുള്ളതാണ്, മാറി നിൽക്കുന്ന സംവിധാനം. അപ്പോൾ സൂപ്പർ നാച്ചുറൽ കെയർ. അപ്പോൾ സൂപ്പർ നാച്ചുറൽ കെയറിൽ അവർക്ക് ഇസ്രായേൽ ജനത്തിന് പണ്ട് കൊടുത്തത് എന്താണ്? മന്നയും വെള്ളവും എല്ലാം അവർക്ക് ലഭിച്ചു. ഇനി ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ നൗ ദ വുമൺ വിൽ ബി ടേക്കൺ കെയർ, ലിറ്ററലി ഫെഡ് ഓർ നറിഷ്ഡ് ഇൻ എ പ്ലേസ് ഗോഡ് ഹാസ് പ്രിപ്പയർഡ് ഫോർ ഹർ. ദൈവം തിരഞ്ഞെടുത്ത സ്ഥലത്താണ് ഇത് പറഞ്ഞത്. ഇതാണ് നമ്മൾ പലവട്ടം പറഞ്ഞാണ്, നമ്മളെ സംബന്ധിച്ച ദൈവഹിതം പൂർത്തിയാകണമെങ്കിൽ ദൈവം തിരഞ്ഞെടുത്ത സ്ഥലത്ത് നമ്മൾ എത്തണം. അവിടെ നമുക്ക് എഫേഷ്യൻസ് 5:29 വായിക്കാം. ആരും ഒരിക്കലും
സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ചെയ്യുന്നത്? അത് വചനം കൊണ്ടും കുർബാന കൊണ്ടുമാണ് ചെയ്യുന്നത്. മറ്റ് ഭൗതിക കാര്യങ്ങൾ മറ്റുള്ളവർ തരുന്നു. പക്ഷെ നമ്മൾ ഈ സൂപ്പർ നാച്ചുറലായിട്ട് വളരേണ്ടത് വേർഡിലും യൂക്രിസ്റ്റിലുമാണ്. ഇനിയൊരു ചോദ്യമാണ്, എന്നാണ് സേറ്റന് ഫുള്ളായിട്ടുള്ള അധികാരം നഷ്ടപ്പെടുക? എപ്പോഴാണ് നഷ്ടപ്പെടുക? ഇത് വളരെ സ്റ്റേജ് ബൈ സ്റ്റേജിലാണ് നടക്കുന്നത്. ആദ്യം എപ്പോഴാണ് നടന്നത്? സൃഷ്ടിയിൽ, വെൻ ദ ഏഞ്ചൽസ് ഫെൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ക്രിയേഷൻ. 2, അറ്റ് ദ ടൈം ഓഫ് ക്രൈസ്റ്റ് പാഷൻ ആൻഡ് റിസറക്ഷൻ. 3, അറ്റ് ദ എൻഡ് ഓഫ് ഹിസ്റ്ററി. ഇത് ആദ്യത്തെ 2 കഴിഞ്ഞു, മൂന്നാമത്തതാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പം മൈക്കിള് ഇതെങ്ങനെയാണ് ചെയ്തത്? മൈക്കിളിന് എവിടെ നിന്നാണ് ഇതിൻ്റെ ബേസ് എടുക്കുന്നത്? എവിടെ നിന്നാ? വെളിപാട് 5-ലെ 5-6 വായിക്കാം. അത് കഴിഞ്ഞ് വെളിപാടിൻ്റെ 12-ലെ 10-ഉം 11-ഉം വായിക്കാം. അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, അറിയാതിരിക്കൂ, ഇതാ യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ പേരുമായവൻ വിജയിച്ചിരിക്കുന്നു. അവന് ചുരുൾ നിവർത്താനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും. അപ്പോൾ അത് സിംഹാസനം കഴിഞ്ഞ് 10-11 വായിക്കേ. നീ അവരെ നമ്മുടെ ദൈവത്തിന് ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി. അവൻ ഭൂമിയുടെ മേൽ ഭരണം നടത്തും. പിന്നെ ഞാൻ സിംഹാസനത്തിന്റെയും ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും ചുറ്റും അനേക ദൂതന്മാരെ കണ്ടു. അവരുടെ സ്വരവും ഞാൻ കേട്ടു. അവരുടെ എണ്ണം 10,000-ങ്ങളുടെ 10,000-ങ്ങളും 1000-ങ്ങളുടെ 1000-ങ്ങളുമായിരുന്നു. 7 മുതൽ വായിച്ചു. അനന്തരം സ്വർഗത്തിലെ യുദ്ധമുണ്ടായി. മിഖായേൽ അവന്റെ ദൂതന്മാരെ സർപ്പത്തോട് പോരാടി. സർപ്പവും അവന്റെ ദൂതന്മാരെ മുതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. അടുത്തും വായിച്ചു. സർവ്വലോകത്തെയും അനുഷ്ഠിക്കുന്ന സാത്താൻ എന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനോടുകൂടെ അവന്റെ ദൂതന്മാരും. ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും പാപങ്ങൾ ദൈവസമക്ഷം അവരെ വഴിപറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി. ജീവൻ നൽകാനും അവർ തയ്യാറായി. അതിനാൽ സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ. എന്നാൽ ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. താൻ ഭൂമിയിലേക്ക് എറിയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ അന്വേഷിച്ച് സർപ്പം പുറപ്പെട്ടു. അതിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തന്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻ കഴുകന്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു. സമയങ്ങളും സമയത്തിന്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്നു. സ്ത്രീയെ വെളുത്തിക്കളയാൻ സർപ്പം തന്റെ വായിൽ നിന്ന് നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു. ഇനി അതിൽ 11 വായിക്കും. അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി. അവർ തയ്യാറായി. ഇതാണ് ശരിക്കും കീവേഡ്. കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി. ഈ പറയുന്നത് മൊത്തം റെവലേഷന്റെ സെൻട്രൽ വേർഡ് എന്ന് പറയുന്നത് ഇതാണ്. ഒന്നും കൂടി വായിച്ചത്. അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും വിജയം നേടി. ജീവൻ നൽകാനും അവർ തയ്യാറായി. ഇനി 13 മുതൽ 18 വരെ വായിക്കാം. ഭൂമിയിലേക്ക് എറിയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ അന്വേഷിച്ച് സർപ്പം പുറപ്പെട്ടു. സർപ്പത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തന്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻകഴുകന്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു. സമയവും സമയങ്ങളും സമയത്തിന്റെ പകുതിയും അവിടെ അവൾ സംരക്ഷിച്ചു. ഈ 2 വിങ് എവിടെയാണ്? ഗോഡ്സ് ഡെലിവറൻസ് ഓഫ് ഹിസ് പീപ്പിൾ ഫ്രം ഈജിപ്റ്റ്, എക്സഡസ് 19:4. ഇതുകാരോട് ഞാൻ ചെയ്തതെന്നും കന്യന്മാരുടെ ചിറകുകളുടെ ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു എന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതാണ് ഒരെണ്ണം. രണ്ടാമത്തത് ഏഷ്യ 40:31. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഈഗിൾ എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത്. പിന്നെ അടുത്ത വചനം വായിച്ചേ. 15-16. സ്ത്രീയെ ഒഴുക്കിക്കളയുവാൻ സർപ്പം തന്റെ വായിൽ നിന്ന് നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു. എന്നാൽ ഭൂമി അവളെ സഹായിച്ചു. അത് വായി തുറന്ന് സർപ്പം വായിൽ നിന്നൊഴുക്കിയ നദിയെ മുങ്ങിക്കളഞ്ഞു. ചേർച്ച് സ്പിരിച്വലി പ്രൊട്ടക്റ്റഡ് ആണ്. ഫ്ലഡ് എന്ന് പറയുന്ന സംഭവം എന്താണ്? യോഹന്നാൻ 8:44, 2 തെസ്സലോനിക്ക 2:9-16 വരെ.
അതായത് ഫൈനൽ പീരീഡ് ഓഫ് ഹിസ്റ്ററി വിൽ ബി ക്യാരക്ടറൈസ്ഡ് ബൈ സേറ്റനിക് ഡിസെപ്ഷൻസ്. അതായത് ഒത്തിരിയേറെ ഡിസെപ്ഷൻസ് ഉണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകയാണ്. അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല, എന്തെന്നാൽ അവനിൽ സത്യമില്ല. ഇത്തരം കാര്യങ്ങൾ കുറേ ഉണ്ടാവും. അതൊരു റിയാലിറ്റിയാണ്. അങ്ങനെയുള്ള സമയത്ത് എന്താണ് ദൈവം ചെയ്യുക? ഇതാണ് മനുഷ്യൻ നോക്കിയിരിക്കുക. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ് ദൈവം ഇടപെടുക. അവിടെ എന്താ സൂപ്പർ നാച്ചുറൽ ഇടപെടൽ? എന്താ? ഭൂമി പിളർന്നു. അതായത് സൂപ്പർ നാച്ചുറൽ റെസ്ക്യൂസ് ഉണ്ടാവും. അതായത് അപ്രതീക്ഷിതമായിട്ടുള്ള ദൈവ ഇടപെടലുകളും ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും. ഒരു സ്ഥലത്ത് എല്ലാം പരാജയപ്പെട്ട പോലെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഓൾ ഓഫ് എ സഡൻ സൂപ്പർ നാച്ചുറലായിട്ട് ഇത് ചെയ്യും. ഇനി ഈ പറയുന്ന വ്യക്തിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും? ഈ ശിശുവിൻ്റെ എങ്ങനെയായിരിക്കും? 2 കാര്യത്താലാണ്. 1 അനുസരണം കൊണ്ടും 2 സാക്ഷ്യം കൊണ്ടും. ഇങ്ങനെയാണ് ഇവരുടെ പ്രത്യേകതകളായിരിക്കുക. ഇനി മാതാവ് എല്ലാവരുടെയും, മേരി ഈസ് മദർ ഓഫ് ഓൾ ക്രിയേഷൻ. എങ്ങനെ, എന്തെല്ലാം കാരണത്താലാണ് ആകുന്നത്? 1 ബൈ ബീയിങ് ദ മദർ ഓഫ് ജീസസ് ദ ഇൻകാർണേറ്റ് വേർഡ്, ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത് യോഹന്നാൻ 19:27 പറഞ്ഞ പ്രകാരം. മൂന്നാമത്തത് ബൈ ഇമിറ്റേഷൻ. നമ്മൾ ഈ 12-ാം അധ്യായം ഇവിടെ അവസാനിപ്പിക്കാം.